വായിക്കാം, ശ്രദ്ധിക്കണേ മക്കളെ. ഓക്കെ. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ, പേജ് നമ്പർ 33. മിനി ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു, വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികൾ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവളത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നുപോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ, ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഇപ്പൊ എന്താ ഇവിടെ പറഞ്ഞത്? വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ എന്നാണ് അല്ലെ പാഠത്തിന്റെ പേര്. വെള്ളരി എന്ന് പറഞ്ഞാൽ അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ആരാണ് പച്ചക്കറി നടുന്ന? ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇതിൽ, ഈ കൂട്ടത്തില്? അമ്മയുടെ കൂടെ ഷിഫാന ഉണ്ടോലും. ഓക്കെ, അനിക മോഹൻ. അപ്പൊ വെള്ളരി എന്താണെന്ന് അറിയാം അല്ലേ? വെള്ളരിക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ട് അല്ലെ? കുറെ പേര് കണ്ടിട്ടുണ്ട്, കുറെ പേർക്ക് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അപ്പോ വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ അല്ലേ, ആ കുട്ടി വെള്ളരി നട്ടിട്ട് അതിന് പൂവിട്ട സമയത്തെ കാര്യമാണ് പറഞ്ഞത് അല്ലേ ഇവിടെ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, എല്ലാരും പച്ചക്കറി നട്ടുപിടിപ്പിക്കുക അല്ലെ, ചെറിയൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കുക. അമ്മ ചെയ്യുന്നതിന്റെ കൂടെ നിങ്ങളും ചെറിയ ചെറിയ ഹെൽപ്പ് ചെയ്യുക അല്ലെ. വെള്ളരി തന്നെ നടണമെന്നില്ല, ഏത് പച്ചക്കറി ആയാലും, ഒന്നുമില്ലെങ്കിലും കാന്താരി മുളകായാലും മതി കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇനി പഠിക്കാനുള്ള അടുത്ത ദിവസം. വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ അല്ലെ. ആദ്യം എന്താ പറഞ്ഞേ? മിനി ചേച്ചി വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു അല്ലെ. തടം ഒരുക്കാൻ എങ്ങനെയാ? വെള്ളരി നടെങ്കിൽ ആദ്യം പച്ചക്കറി ഇടുമ്പോൾ ഒരു തടം ഒരുക്കും അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? കാർഷിക കൃഷിപരമായ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ നമ്മുടെ സംസ്കൃതിയുടെ ഭാഗമാണ് കാർഷികം. ഭാഷയിലും സാഹിത്യത്തിലും ആഴത്തിൽ പതിഞ്ഞിരിപ്പുണ്ട് അല്ലെ. അതാർക്കാ കട്ടായി പോകുന്നത്? സയാനിയാണോ? ഓക്കെ, അപ്പൊ വീട്ടിലൊരു അടുക്കളത്തോട്ടം നിർമ്മിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ പ്രത്യേകിച്ച് നമുക്ക് പുറത്തൊന്നും പോയി പച്ചക്കറി വാങ്ങി കഴിക്കുന്നതെല്ലാം വിഷമായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ സ്വന്തമായി ഒരു ചെറിയ അടുക്കളത്തോട്ടം ഉണ്ടാക്കുക അല്ലെ, പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കുക. അതെന്ത് ചെയ്യുക? അമ്മയാക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക അല്ലെ. എന്തെങ്കിലും ഉണ്ടായാൽ നമുക്ക് അത്രപ്പോലെ ആയില്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതാണ് ഇപ്പൊ പഠിക്കാനുള്ളത്. മിനി ചേച്ചി എന്ത് ചെയ്തു? വെള്ളരി നടാൻ തടം ഒരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു. എന്താ ചോദിച്ചത്? എന്താ മാലതി, നിനക്കും വെള്ളരി നടണോന്ന് അല്ലെ. കുഞ്ഞു പിള്ളേരെ നോക്കിക്കോ, നമ്മൾ ചോദിക്കും അല്ലെ, നിനക്കും നടന്ന ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ എന്തു പറഞ്ഞു? അതേ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു എന്ന് പറഞ്ഞു അല്ലെ. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു. വിത്ത് മുളയ്ക്കാനായി വെച്ചു. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യുന്നത്, വെള്ളരിയിലെ വിത്ത് വാങ്ങിയിട്ട് ഒരു വെള്ളരി തടമൊക്കെ എടുത്ത്, എങ്ങനെ തടം എടുക്കേണ്ടത് ഇതിൽ പറയുന്നുണ്ടല്ലോ, അതുപോലെ തടം എടുത്ത് ഒന്ന് നട്ടു നോക്കുക കേട്ടോ. ഓക്കെ, ആരെങ്കിലും ചെയ്യോ ഇന്നത്? എറിക്ക്. ഓക്കെ, വിത്ത് മുളയ്ക്കാനായി വെച്ചു അല്ലെ. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു അല്ലെ. അതിൽ ചെറിയ മുള വന്നു തുടങ്ങി. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്ത് നട്ടു. തടം നന്നായി നനച്ചു അല്ലെ. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്ത് ഇരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. എന്ത്, ഇത് മുളച്ചിട്ടുണ്ടോ?
ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു അല്ലേ. 2-3 ദിവസം കഴിയുമ്പോൾ എന്തായി? മുള പുറത്തേക്ക് വരാൻ തുടങ്ങി. മാലതിക്ക് സന്തോഷമായി അല്ലെ. നമ്മളൊരു വിത്ത് നട്ട് അത് മുളക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. നിങ്ങൾ ഒന്ന് നട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല കേട്ടോ. അതിന് എന്തെങ്കിലും ഒരു ഫലം പിടിച്ചു കഴിഞ്ഞാലോ വളരെ സന്തോഷമായിരിക്കും. ഒരു ചെടിയായാലും അങ്ങനെ പൂവിട്ട് കഴിയുമ്പം നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പോ മാലതിക്ക് എന്ത് ചെയ്തു? സന്തോഷമായി അല്ലെ. അത് മുളക്കുന്ന കാണുമ്പോ സന്തോഷമായി. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു അല്ലെ. ഞാൻ ഇതുപോലെ നട്ടിട്ടുണ്ട്, എനിക്കത് മുളക്കാൻ തുടങ്ങി കൂട്ടുകാരോടും അധ്യാപകരോടും ഒക്കെ പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു അല്ലെ. ആദ്യം വിത്ത് നട്ടവാളും കുറച്ചിങ്ങനെ നനച്ചു കൊടുത്തതേ ഉള്ളൂ. പിന്നീട് ഇലകൾ വരാൻ തുടങ്ങിയതിന് ശേഷം എന്ത് ചെയ്തു? കുറച്ച് നല്ല പോലെ നനക്കാൻ തുടങ്ങി. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളികളായി തടത്തിന് പുറത്തേക്ക് പടർന്നു അല്ലെ. വെള്ളരി വള്ളി തടത്തിന് പുറത്തേക്ക് വളരാൻ തുടങ്ങി, വലുതാവാൻ തുടങ്ങി അല്ലെ. ഇപ്പോ 4 ഭാഗത്തേക്കും വളർന്ന വള്ളികളിലെ പതിവ് പോലെ നോക്കി, എല്ലാ ദിവസവും നോക്കി നിൽക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്നാണ് മാലതി എന്ത് കണ്ടത്? വെള്ളരി വള്ളികള് പൂവിട്ടത് കണ്ടത്. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നുപോയ വള്ളിയിൽ എന്താ ഉണ്ടായത്? ഒരു കുഞ്ഞു പൂവ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? സന്തോഷം വരുമ്പോ എന്ത് ചെയ്യും? നമ്മള് അമ്മേനെയും അച്ഛനെയും ഒക്കെ വിളിക്കും അല്ലെ. അതുപോലെ അവൾ എന്ത് ചെയ്തു? അമ്മേനെ വിളിച്ചു. അമ്മേ ഓടി വാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു എന്ന് പറഞ്ഞു അല്ലെ. സന്തോഷം സഹിക്ക വയ്യാതെ അവള് വിളിച്ചു പറഞ്ഞു അമ്മയോട്, അമ്മേ ഓടി വാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത്, ദോശ ചുടിയായിരുന്നു അമ്മ. അപ്പൊ നിർത്തിവെച്ചുകൊണ്ട് അവർ ഇറങ്ങി വന്നു അല്ലെ. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്കും സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. ഇത്രയേ ഉള്ളൂ ആ കഥയില് അല്ലേ. ഇപ്പൊ നിങ്ങൾ ഒരു പച്ചക്കറി കൃഷിത്തോട്ടവും ഇല്ലെങ്കിൽ ഒരു വെള്ളരി വിത്തെങ്കിലും നടാൻ നോക്ക്. ഏതെങ്കിലും പാവക്കീര വിത്തോ ഏതെങ്കിലും ഒരു വിത്ത് നട്ട് നോക്ക്. മുളക്കോ നോക്കാം നമുക്ക് അല്ലേ. ചീരയെങ്കിൽ ചീര, എന്തെങ്കിലും ഒക്കെ. എന്തെങ്കിലും ഒരു വിത്ത് നടണേ. ഇന്നോ നാളെ ഇനി ഇന്നെ ചാട്ടി പിടിച്ച് അമ്മനെ കൊണ്ട് മേടിപ്പിക്കാനൊന്നും പോണ്ട. വിത്ത് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ നടുവില്. എത്ര പേര് നടുവിന്? ഓക്കെ, നടണേ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും ആ സന്തോഷം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്നാൽ കേട്ടോ. ഇന്നൊരു വിത്തെടുത്ത്, ഒന്നുമില്ലെങ്കിൽ പറങ്കീരയിലെ അരി ഉണ്ടാവും, ഇങ്ങനെ മുളകറിയില്ലേ, ആ മുളകിന്റെ അരി വിത്ത് ഉണ്ടാവേ. അപ്പൊ അതിങ്ങനെ എടുത്ത് വേറിയാലും മതി, വേഗം മുളക്കും അത്. നിങ്ങൾ പുറത്തുനിന്ന് മുളക് വാങ്ങുന്നില്ലേ, ആ മുളകിന്റെ വിത്ത് ഇങ്ങനെ വെള്ളം നനച്ചെടുക്കുന്നിടത്ത് തടാക്കിയിട്ട് വേറിയാൽ മതി. അപ്പൊ നല്ലപോലെ ഉണ്ടാവും. പച്ചപ്പറങ്കി എന്ന് പറഞ്ഞ സാധനം അറിയോ? പച്ചമുളക്, അതുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്നെല്ലാരും ചെയ്യണേ. അതെങ്കിലും എടുത്തിട്ട് ഒന്ന് വേറി നോക്കേ. ഓക്കെ, അതാണ് നമ്മളെ വെള്ളരി വള്ളി പൂവിട്ടപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ഒന്നുകൂടി നല്ല വൃത്തി പഠിക്കാം. ഓക്കെ, അപ്പൊ ഒന്നുകൂടി മിസ് അത് വായിക്കാം. മിനി ചേച്ചി വെള്ളരി നടാൻ തടമൊരുക്കുകയായിരുന്നു. അത് നോക്കി നിൽക്കുന്ന മാലതിയോട് അവർ ചോദിച്ചു, എന്താ മാലതി, നിനക്കും വെള്ളരി നടണോ? അതെ ചേച്ചി, വിത്ത് കിട്ടിയാൽ എനിക്കും നടാമായിരുന്നു. മിനി ചേച്ചി കൊടുത്ത വിത്തുമായി അവൾ വീട്ടിൽ മടങ്ങിയെത്തി. അവർ പറഞ്ഞു കൊടുത്തതുപോലെ അവൾ തടമെടുത്തു വിത്ത് മുളയ്ക്കാനായി വെച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അത് പൊടിച്ചു. മാലതി ശ്രദ്ധയോടെ വിത്ത് തടത്തിൽ നട്ടു. തടം നന്നായി നനച്ചു. പിറ്റേന്ന് മുതൽ മുള വരുന്നതും കാത്തിരിപ്പായി. എന്നും അതിരാവിലെ തടത്തിൽ ചെന്ന് നോക്കും. ചെറുതായി നനച്ച് തിരിച്ചു പോരും. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മുള പുറത്തേക്ക് വന്നു. മാലതിക്ക് സന്തോഷമായി. അവളത് കൂട്ടുകാരോടും അധ്യാപകരോടും പറഞ്ഞു. ആദ്യമൊക്കെ കുറേശ്ശെ മാത്രമാണ് നനച്ചത്. തളിരിലകൾ വന്നപ്പോൾ കൂടുതൽ വെള്ളം കൊടുത്തു. ചെറുതായി വളം ചേർക്കുകയും ചെയ്തു. അതൊരു വള്ളിയായി തടത്തിന് പുറത്തേക്ക് പടർന്നു. 4 ഭാഗത്തേക്കും പടർന്ന വള്ളികളിൽ പതിവ് പോലെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ. പെട്ടെന്ന് അവൾ അത് കണ്ടു. അവൾക്ക് വിശ്വസിക്കാനായില്ല. പുറത്തേക്ക് പടർന്നുപോയ വള്ളിയിൽ ഒരു കുഞ്ഞു പൂവ്. അമ്മേ ഓടിവാ, എന്റെ വെള്ളരി വള്ളി പൂവിട്ടു. അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ദോശ ചുടുന്നത് നിർത്തിവെച്ച് അമ്മ ഇറങ്ങി വന്നു. വള്ളി പൂവിട്ടത് കണ്ടപ്പോൾ അവർക്ക് സന്തോഷമായി. അമ്മ മകളെ ചേർത്ത് പിടിച്ചു. സന്തോഷം വരുമ്പോ എന്ത് ചെയ്യും? ചേർത്ത് പിടിക്കും അല്ലെ, കെട്ടിപ്പിടിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാ, എല്ലാരും ഇന്നത് ഒരു 3 ടൈംസ് എങ്കിലും വായിക്കണം. എല്ലാ മക്കളും വായിക്കണം, നല്ലപോലെ വായിച്ച്
വായിക്കാൻ പഠിക്കണം. ചിഹ്നങ്ങൾ നല്ലപോലെ ഞാൻ അന്ന് പഠിപ്പിച്ചതില്ലേ, ഓർമ്മിക്കണേ ചിഹ്നങ്ങൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് എളുപ്പമാവും വായിക്കാൻ. ഓക്കെ, ബൈ. See you. Bye.